നമസ്കാരം. ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ കാർഡുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വന്ന് അനുഭവിച്ച വിഷമതകൾ ചില്ലറയല്ല. വിദേശ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ വന്നു പോകുന്നതിനും സ്ഥിരതാമസം നടത്തുന്നതിനും അത്യാവശ്യം കുറെ കൃഷിഭൂമിയൊക്കെ വാങ്ങി വീട് വെക്കുന്നതിനും ഒക്കെയായി അവർക്ക് ഇന്ത്യയിൽ വന്നു പോകുന്നതിനുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു എൻട്രി പാസ്സാണ് ഈ OCI കാർഡ് എന്ന് പറയുന്നത്. ഈ കാർഡിൽ ഇന്ത്യയിൽ എത്തുന്നവർക്ക് മതപ്രചരണം നടത്താൻ പറ്റുമോ എന്നതാണ് നമ്മുടെ ചിന്താവിഷയം. മതപ്രചരണം നടത്താം, പക്ഷേങ്കിൽ അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അനുമതി വാങ്ങിയിരിക്കണം. ആ അനുമതി കൊടുക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന് പെർമിഷൻ കൊടുക്കുന്നത്. അവരിൽ നിന്നോ അല്ല എങ്കിൽ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻസ് ഓഫീസറിൽ നിന്നോ പെർമിഷൻ വാങ്ങിയാൽ ഇവിടെ മതസമ്മേളനങ്ങളിൽ അവർക്ക് പ്രസംഗിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാലാകാലങ്ങളിലായി നിലനിൽക്കുന്ന ഒരു നിയമമാണിത്. പക്ഷെ ഈ അടുത്ത നാളിൽ എന്തുകൊണ്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായി? അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. അത് ഞാൻ അവസാനം വിശദീകരിക്കാം. ഈ OCI കാർഡ് ഉള്ളവർ ഇവിടെ വന്ന് ചെയ്യാൻ പാടില്ലാത്ത 4-5 കൂട്ടം കാര്യങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. 1, മിഷണറി. 2, തബ്ലീഗ്. 3, റിസർച്ച് വർക്ക്. 4, പത്രപ്രവർത്തനം. 5, പർവ്വതാരോഹണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടണമെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്നും പെർമിഷൻ വാങ്ങിയിരിക്കണം എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിയമം നിഷ്കർഷിക്കുന്നത്. അത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു രാജ്യത്തിന്റെ നിയമം പാലിക്കാൻ ആ രാജ്യത്തുള്ളവരും ആ രാജ്യത്തെ നിന്ന് വെളിയിൽ നിന്ന് വരുന്നവർക്കും ബാധ്യസ്ഥരാണ്. ഓക്കെ, അത് സമ്മതിച്ചു. മതപ്രചരണം നടത്താൻ പാടില്ല. മതപ്രസംഗങ്ങൾ നടത്തണമെങ്കിൽ MHAയിൽ നിന്നും പെർമിഷൻ വാങ്ങിയിരിക്കണം. എന്നാൽ എൻ്റെ മറുചോദ്യം, ഈ നിയമം നിലനിൽക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം മതപ്രചാരകർ എല്ലാ വർഷവും ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇനി ഒരു രസകരമായ ഒരു സംഭവം കൂടെ പറയാം. ഈ മിഷണറി, തബ്ലീഗ്, പർവ്വതാരോഹണം, റിസർച്ച് വർക്കുകൾ, പത്രപ്രവർത്തനം എന്നിങ്ങനെ പറയുമ്പോൾ മിഷണറി എന്ന ഒരൊറ്റ വാക്ക് മാത്രമേ അതിനകത്ത് ഉപയോഗിച്ച് കാണുന്നുള്ളൂ. അത് സിഖ് മിഷണറി ആകാം, ക്രിസ്ത്യൻ മിഷണറി ആകാം, പാഴ്സി മിഷണറി ആകാം, ബുദ്ധമതത്തിന്റെ മിഷണറി ആകാം, ഹിന്ദു മിഷണറി ആകാം, ആരും ആകാം. അവർക്ക് ആർക്കെങ്കിലും ഇവിടെ വന്ന് മതപ്രചരണം നടത്തണമെങ്കിൽ പെർമിഷൻ മേടിച്ചിരിക്കണമെന്നാണ് സൈറ്റിൽ പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിയമം നിഷ്കർഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് വിദേശത്ത് നിന്ന് ഈ OCI കാർഡുള്ള ആളുകൾ ഇവിടെ വരുമ്പോൾ, പ്രസംഗിക്കാനായിട്ട് വരുമ്പോൾ, എന്തുകൊണ്ട് ഈ നിയമം അറിയാവുന്നവർ ആ അനുമതി പത്രം ഗവൺമെന്റിൽ നിന്ന് വാങ്ങുന്നില്ല? ആവശ്യപ്പെടുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കും, ഒരു പ്രശ്നവുമില്ല. ഉദാഹരണമായി ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, 2006 ഡിസംബറിലാണ് പെന്തക്കോസ്റ്റൽ സെന്റനറി സെലിബ്രേഷൻസ് തിരുവല്ലയിൽ നടക്കുന്നത്. അന്ന് റോജർ ഹോസ്മ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ആളായിരുന്നു. ഇന്ത്യയിൽ വരാൻ യാതൊരു വർഷത്തിലും അദ്ദേഹത്തിന് സാധ്യമല്ലായിരുന്നു. പക്ഷെ ആ റോജർ ഹോസ്മയ്ക്ക് ഇവിടെ വന്ന് ഒരാഴ്ച നീണ്ടുനിന്ന മതസമ്മേളനത്തിൽ പ്രസംഗിക്കുവാൻ അന്നത്തെ ഗവൺമെന്റ് പെർമിഷൻ കൊടുത്ത വിവരം ഈ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അവരൊറ്റ കാര്യത്തിന് വന്നു, പെർമിഷൻ കൊടുത്തു, അദ്ദേഹം 6 ദിവസം പ്രസംഗിച്ചു മടങ്ങിപ്പോയി. അത്രത്തോളം ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. അത്രത്തോളം മഹായോഗങ്ങളല്ല. ഈ നടക്കുന്ന യോഗങ്ങളൊക്കെ ഹോം യോഗങ്ങളാണ്. അതായത് OCI കാർഡുള്ളവർ നാട്ടിൽ വരുമ്പോൾ അവരുടെ കുറെ ബന്ധുജനങ്ങൾ കേരളത്തിലുണ്ടാവും, അവരുടെ സുഹൃത്തുക്കൾ കേരളത്തിലുണ്ടാവും, ചിലപ്പോൾ അവരുടെ മാതാപിതാക്കൾ കേരളത്തിലായിരിക്കും, കുറച്ച് മക്കൾ അവിടെ ആയിരിക്കും, മരുമക്കൾ ഇവിടെ ആയിരിക്കും. അങ്ങനെ വിദേശത്തുനിന്ന് വരുന്ന ഇന്ത്യക്കാരായ ആളുകളുടെ കുറച്ച് ആളുകൾ, അവരുടെ ബന്ധുജനങ്ങൾ ഇവിടെയും വിദേശത്തുമായിട്ടാണ് കഴിയുന്നത്. അവരെ കാണാനാണ് വർഷം തോറും വരുന്നത്. വരുമ്പോൾ അവരുടെ സഭയുമായി ബന്ധപ്പെട്ട അവരുടെ നാഷണൽ
അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ആനുവൽ കൺവെൻഷൻ, ഫാമിലി കോൺഫറൻസ് ആണ് നടക്കുന്നത്. അവിടെ മതപ്രചരണമില്ല, അവിടെ ഇന്ന മതത്തിൽ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല, ഇന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്നും ഈ ദൈവത്തിൽ വിശ്വസിച്ചില്ല നീ നരകത്തിൽ പോകുന്ന അവിടെ ആരും പറയാറില്ല. മതത്തിന്റെ ഒരു കാര്യങ്ങളും നടക്കാറില്ല അവിടെ. മതം ആണ് സഭയുടെ, ക്രിസ്ത്യൻ സഭ ഒരു മതമാണെങ്കിൽ മത കൺവെൻഷനുകൾ തന്നെയാണ് നടക്കുന്നത്. പക്ഷെങ്കിൽ മതപ്രചരണ യോഗങ്ങളല്ലത്, അത് കുടുംബ സമ്മേളനങ്ങളാണ്, ഫാമിലി സെമിനാഴ്സ് ആണ്, ഫാമിലി കൺവെൻഷൻസ് ആണ്. ഈ വരുന്നവരുടെ ബന്ധുജനങ്ങൾ പകുതി കൂടുതൽ ആളുകളുണ്ട്. കുറച്ച് ആളുകൾ അമേരിക്കയിലുണ്ട്, UK-യിലുണ്ട്, വിദേശ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. വർഷത്തിലൊരിക്കൽ അവരുടെ ഈ ഹോം കൺവെൻഷനിൽ പങ്കെടുക്കാനും സംസാരിക്കാനും ആളുകളെ പരിചയപ്പെടാനുമായിട്ടാണ് ഒരു കൂട്ടം ആളുകൾ വരുന്നത്. അവർക്ക് സ്റ്റേജിൽ അവരെ ഇരുത്തിയാൽ മാനം പിടിച്ചു വീഴുവോ? അവർ സ്റ്റേജിൽ ഇരുത്തിയാൽ ഉടനെ തന്നെ ഹോം ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇവരെ ക്രിസ്ത്യൻ പ്രവർത്തകരല്ല, ഹിന്ദു പ്രവർത്തകരാണ്, ഇവർ പാഴ്സി പ്രവർത്തകരാണ്, ഇവര് മറ്റു മതത്തിൽപ്പെട്ട ആളുകളാണ്, ഇവരെ സ്റ്റേജിൽ എന്തിനു കയറ്റിയിരുത്തി, ഈ കൺവെൻഷൻ ഇവരുടേതാണെങ്കിൽ ഇവർക്ക് സ്റ്റേജിൽ ഇരിക്കേണ്ട കാര്യം താഴെ പോയി ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞ് സ്റ്റേജിൽ കയറിയിരിക്കുന്ന വിദേശത്തു നിന്ന് വരുന്ന ഈ പ്രീച്ചേഴ്സിന് അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ മിഷണറിമാരെ സ്റ്റേജിൽ ഇറക്കി വിടുവോ? സ്റ്റേജിൽ അവർക്ക് ഇരിക്കാം, ഒരു കുഴപ്പമില്ല അവർക്ക്. സ്റ്റേജിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇന്ന ദൈവത്തിൽ വിശ്വസിക്കണം, ഇന്ന മതത്തിൽ വിശ്വസിക്കണം, ഇന്ന ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാം പോക്കാന്ന് പറയുന്ന ആ ഒരു പ്രവണതയും പ്രസംഗവും അവിടെ പാടില്ല. പക്ഷെ അവർക്ക് എഴുന്നേറ്റ് ഗ്രീറ്റ് ചെയ്യാം. നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം, ഞങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ സുഖമായിട്ട് കഴിയുന്നു, നിങ്ങളെ വർഷത്തിലൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ, നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നല്ലോ, ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം വേണ്ട എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യാൻ എല്ലാ ഈ സദസ്സിലുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ വിഷയാന്റെ അവസരം ഇവർക്കുണ്ട്. അത് മതപ്രചരണ പ്രസംഗമല്ല. 2, പാടാൻ കഴിവുള്ള ആളുകൾ വിദേശങ്ങളിൽ വരാറുണ്ട്. അവര് KG മർക്കോസിന്റെ രക്ഷക എന്റെ ദൈവമേ എന്നുള്ളൊരു പാട്ട് എഴുന്നേറ്റത് പാടിയാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഹോം ഈ മിനിസ്ട്രി ഓഫ് അഫയേഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന്, ഹോം ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇവിടെ പാടണ്ട പറഞ്ഞ് ഇറക്കി വിടുവോ? അപ്പൊ ഇത് 2 കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഒന്ന്, ഈ നിയമത്തിന്റെ അജ്ഞത. നമ്മുടെ ലീഡേഴ്സിനെ കുറ്റം പറയുമ്പോൾ അവര് പറയാറുള്ളത്, ലീഡേഴ്സ് എന്നല്ല ആരാണെങ്കിലും നേരെ ചൊവ്വേ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എന്നുള്ളതിൽ ഞാനോ മറ്റാരെങ്കിലും പറഞ്ഞെന്ന് വരും. അത് സഭയെ മുടിക്കാനല്ലല്ലോ. ഉടനെ തന്നെ സഭയെ മുടിക്കുന്നു, സഭയ്ക്കെതിരെ പ്രസംഗിക്കുന്നു എന്നാണ് വ്യാഖ്യാനം. ഇവിടെ അതല്ല വിഷയം. ഇവിടെ ഒന്നുകിൽ നമുക്ക് നിയമത്തിന്റെ അജ്ഞത, അതല്ല എങ്കിൽ അവർ വന്ന് അവരുടെ പൈസ മതി അവർ തന്നേച്ച് പൊക്കോട്ടെ, ഈ ഒരു ആറ്റിറ്റ്യൂഡ്. ഈ 2-ൽ ഏതോ ഒന്നാണ് ഈ OC കാർഡ് ഉള്ളവർ ഇവിടെ വന്ന അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് സ്റ്റേജിലിരിക്കാൻ പറ്റിയില്ല, ഒരു ഗ്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അവർക്കൊരു പാട്ട് പാടാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവരുടെ സഭയുടെ ഭാഗമാണിത്. അവരുടെ ഹോം ചർച്ച് ഫാമിലി സെമിനാർ ഓൺ പ്രോപ്പർട്ടിയിൽ അവർ പന്തലിട്ട് അവിടെ നടത്തുന്നതാണ്. പരസ്യമല്ല, റോഡിലല്ല, ഗ്രൗണ്ടിലല്ല, പബ്ലിക് സ്ഥലങ്ങളിലല്ല. ആ ചർച്ചിന്റെ ഹോം ഗ്രൗണ്ടിലാണ് കൺവെൻഷൻ നടക്കുന്നത്. ഹോം കൺവെൻഷൻ ഉണ്ട്, ഫാമിലി സെമിനാറാണ്. അവിടെ വന്ന് അവർക്ക് സംസാരിക്കുന്നതിൽ ഒരു പ്രചോദനം. പക്ഷെ ഓർത്തോണം, മതം പ്രസംഗിക്കരുത്. ഇന്ന ദൈവത്തിലെ വിശ്വസിക്കാവുള്ളൂ, മറ്റു ദൈവങ്ങളൊന്നും പോക്കാന്നോ മതത്തിന്റെ ഒരു കാര്യവും പറയണ്ട. ഗ്രീറ്റ് ചെയ്യാമല്ലോ, പാടാമല്ലോ, അവർക്ക് സംസാരിക്കാമല്ലോ. അപ്പൊ ഇത് നിയമത്തിന്റെ അജ്ഞത അല്ല എങ്കിൽ അവരെ മനഃപൂർവ്വം ഒഴിവാക്കിയത്. മനസ്സിലായി. 2-ാമത്തെ കാര്യം, ഇനിയുണ്ട് കാര്യങ്ങൾ. അവര് നാട്ടിൽ വരുമ്പോൾ അവരുടെ ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ മരിക്കാറുണ്ട്. അവിടെ പോയി അനുശോചന പ്രസംഗം നടത്തിയാൽ, ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ പാഴ്സി ജൈന മതവിഭാഗത്തിൽപ്പെട്ട ഒരു മിഷണറിയുടെ വന്നു മരണ വീട്ടിൽ പ്രസംഗിച്ചു എന്നും പറഞ്ഞ് ഇറക്കി വിടുവോ? കല്യാണത്തിൽ ചെന്ന് അവരെ ആശംസ പറയുമല്ലോ, ഗ്രീറ്റ് ചെയ്യുമല്ലോ. അവിടെയും ഇന്ന മതത്തിന്റെ പ്രചരണം എന്നാണോ, ഇന്ന മതത്തിന്റെ പ്രസംഗം എന്നാണോ അവിടെ വരില്ല? നല്ലല്ലോ, ഒരു കല്യാണത്തിൽ ഗ്രീറ്റ് ചെയ്യില്ലേ നവദമ്പതിമാർക്ക്? ആരെ പിടിച്ച് ജയിലിടുന്ന ഈ പറയുന്നത്? അപ്പൊ ഇവിടെ ബുദ്ധിശൂന്യത, നിയമത്തിനെ കുറിച്ചുള്ള അജ്ഞത, ഉദ്യോഗസ്ഥന്മാരോട് ഈ കാര്യം തന്റെ ഇടമത്തോട് പറയാനുള്ള ആർജവം, ഇതൊന്നും ഇല്ലാത്തതാണ് ഈ പറ്റിയ പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കഴിഞ്ഞിടയിൽ വിദേശങ്ങളിൽ നിന്ന് വന്ന് OC കാർഡുള്ള ആളുകൾ അനുഭവിച്ച പ്രയാസങ്ങൾ ചില്ലറയല്ല. നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. അവരുടെ കൂടെ പഠിച്ചവർ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ബന്ധുജനങ്ങൾ, അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന അവരുടെ കസിൻസ്, ധാരാളം ആളുകളൂടെ ഉണ്ട്, വേണ്ടപ്പെട്ടെല്ലാം ഉണ്ട്. ഇവരെയൊക്കെ പ്രാർത്ഥിച്ച് വിദേശങ്ങളിലേക്ക് വിട്ട ആളുകളൂടെ ഉണ്ട്. അവരെ കാണാൻ
അവരുടെ മക്കളെ പഠിപ്പിക്കാൻ ഇച്ചിരി പൈസ കൊടുക്കാൻ, അല്ല ഒരു കല്യാണത്തിന് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യിക്കാൻ ഇച്ചിരി പൈസ കൊടുക്കാൻ, അല്ല വീട് പണി നടക്കുമ്പോൾ 100 ചാക്ക് സിമന്റ് മേടിച്ചു കൊടുക്കാൻ, ഇങ്ങനെ പല സഹായങ്ങളാണ് അവരുടെ വന്ന് ചെയ്തിട്ട് പോകുന്നത്. അത് സംഘടനയുടെ ബേസിലല്ല, അത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ദോഷവും വരുന്ന കാര്യമല്ല. വ്യക്തിബന്ധം, സ്നേഹബന്ധം. ഗവൺമെന്റ് തന്നെ OCI കാർഡ് കൊടുത്തിരിക്കുന്നതിന്റെ പ്രധാന കാരണം അവരോട് വന്നോട്ടെ, അവരുടെ വീട് വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ. അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങി വലിയ കൃഷികളൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഭൂമി വാങ്ങി അവർക്ക് വീട് വെക്കാം, ചികിത്സ നടത്താം. വൻകിട ഹോസ്പിറ്റലുകളിൽ വന്ന് എത്രയോ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് അവർ ചികിത്സിച്ചിട്ട് പോകുന്നത്. എത്രയോ നൂറുകണക്കിന് അമേരിക്കക്കാരാണ് ഇവിടെ വന്ന് തിരുമി ചികിത്സാലയത്തിൽ കയറി തിരുമി നടത്തിയിട്ട് പോകുന്നത്. എത്രയോ നൂറുകണക്കിന് ആളുകളാണ് വിദേശികൾ ഇവിടെ വന്ന്, മലയാളികളായ OCI കാർഡുള്ള ആളുകൾ ഇവിടെ വന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നത്, വൻകിട ഹോട്ടലുകളിൽ താമസിക്കുന്നത്. എത്രയോ വിദേശ കറൻസിയാണ് ഈ രാജ്യത്ത് അവർ ചെലവഴിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇവർക്കൂടെ വരാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ മതപ്രസംഗം പാടില്ല. മനസ്സിലായി പറഞ്ഞത്? മതപ്രസംഗം പാടില്ല. പക്ഷേ ഇവിടുത്തെ കൺവെൻഷനിൽ പങ്കെടുക്കാം. അവിടെ ഹോംലാൻഡ് കൺവെൻഷനാണ്, അവിടെ പ്രസംഗിക്കാം. ഇവർക്ക് അവർക്ക് ആശംസ പറയാം. ഇതൊന്നും അറിയാൻ വയ്യാതെയോ മനഃപൂർവ്വം മറഞ്ഞു വെച്ചുകൊണ്ടോ അവരുടെ പണം മാത്രം മതി സ്ഥാപനങ്ങൾ പണിയാൻ, വേറൊന്നും വേണ്ട എന്ന് പറയുന്ന രീതിയിൽ അവർ അവഹേളിച്ചു ഇവിടുത്തെ പറഞ്ഞു വിട്ടത് ശരിയായില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അന്വേഷണം ഉണ്ടാകും. ഇപ്പൊ ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുക, എന്നെ കുറിച്ച് ഒരാൾ പറയാ വഴി വെച്ച് എന്നെ തല്ലി, എന്നെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ പോലീസുകാർ അന്വേഷിക്കും, വിളിച്ചു ചോദിക്കും സംഭവം നടന്നത് ശരിയാണോ, അങ്ങനെ വല്ല ഉണ്ടോ, നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ ബാധ്യസ്ഥനാണ്. എനിക്കൊരു പരാതി വിളിച്ചിരിക്കുന്നു. ആര് പരാതി അയച്ചാലും എങ്ങനെ അയച്ചാലും അന്വേഷിക്കുക എന്നുള്ളത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. ഈ ഹോം ഡിപ്പാർട്ട്മെന്റിന് സഭയ്ക്കകത്തുള്ളവരോ പുറത്തുള്ളവരോ പരാതി അയച്ചു. ആ പരാതിയിന്മേൽ അവർ ഇമെയിൽ സന്ദേശം അയച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. ചിലപ്പോൾ ഫോണിൽ വിളിച്ച് ചോദിച്ചു കാണും. അവരോട് തിരിച്ചു പറയണം, അവർ മതപ്രസംഗത്തിനല്ല വരുന്നത്, അവർ ഈ ചർച്ചിന്റെ അവരുടെ ഹോം കൺവെൻഷനാണ് വരുന്നത്, ഞങ്ങളുടെ ഓൺ പ്രോപ്പർട്ടി നടക്കുന്ന കൺവെൻഷനാണ്. ഇതിൽ പങ്കെടുത്ത ഒരു ഗ്രീറ്റിംഗ്സോ എല്ലാം പറഞ്ഞു പോകും. മതപ്രചരണങ്ങളും ബൈബിൾ പ്രഭാഷണങ്ങളോ ഹിന്ദു മതത്തെക്കുറിച്ചോ പാരസ്യമതത്തെക്കുറിച്ചോ ബുദ്ധമതത്തെക്കുറിച്ചോ ഒന്നും ഞങ്ങളാരും പറയാറില്ല, അതിങ്ങനെ പറയുകയില്ല. പക്ഷെ അവർക്ക് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാഷ്ട്രത്തിന് തലവേദന ഉണ്ടാകുന്ന ഒരു പ്രസംഗങ്ങളും ഒരു നിയമലംഘനങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല. നിങ്ങൾക്ക് നേരിട്ട് വന്ന് പരിശോധിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ റെക്കോർഡ് ചെയ്യുന്ന ഭാഗങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം എന്ന് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ള ആർജവം നമ്മുടെ നേതാക്കന്മാർ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? അപ്പൊ അതിന്റെ കാര്യം വേറെയാണ്. അത് പറയുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ സഭയുടെ എതിരാണെന്ന് വരും. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ OCI കാർഡുകാരെ ഇവിടെ വന്ന് അവഗണിച്ചു പറഞ്ഞു വിട്ട നടപടി ഒട്ടും ശരിയായില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, OCI കാർഡുകാരെ കുറിച്ച് പറഞ്ഞല്ലോ, അവർക്ക് ഇവിടെ അവർക്കുള്ള അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു. അവർക്ക് ഭൂമി വാങ്ങാം എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിച്ച് കൃഷി ചെയ്യാനും പറ്റില്ല. അവർക്ക് വീട് വെക്കാം, അവർക്കൂടെ താമസിക്കാം, എത്ര നാൾ വേണമെങ്കിലും താമസിക്കാം, ഒരു കുഴപ്പവും അവർക്കില്ല. പക്ഷേ ഈ കാര്യത്തിൽ സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന മിഷണറി തബ്ലീഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സുന്നി ഇസ്ലാമിക് ഓർഗനൈസേഷനോ മറ്റാണത്. ഗ്ലോബൽ സുന്നി ഇസ്ലാമിക് ഓർഗനൈസേഷൻ മിഷണറി മൂവ്മെന്റിനെ കുറിച്ചാണ് ഈ തബ്ലീഗ് ഉദ്ദേശിക്കുന്നത്. 1926 മുഹമ്മദ് ഇല്യാസോ മറ്റാണ് രൂപീകരിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്കും ഇവിടെ നിന്ന് കൾച്ചറൽ പ്രോഗ്രാമിന് പങ്കെടുക്കാവുന്നേ. ഇത് ഈ മിഷണറി എന്നൊരൊറ്റ വാക്കിനകത്ത് ഈ 5 കൂട്ടം കാര്യങ്ങൾ, മിഷണറി, തബ്ലീഗ്, ഞാൻ വീണ്ടും പറയുന്നത് മിഷണറി, തബ്ലീഗ്, റിസർച്ച് വർക്കുകൾ, മാധ്യമ പ്രവർത്തനം, പർവ്വതാരോഹണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടെ തുല്യത കൊടുത്തിട്ട് ഇതിനകത്ത് എന്തും ഈ വരുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ പെർമിഷൻ മേടിച്ചിരിക്കണം. പക്ഷെ ഇവിടെ ആണ്ടോടാണ്ട് ആയിരക്കണക്കിന് വിദേശികൾ ഇവിടെ വന്ന് പൈസ മുടക്കി ചികിത്സിച്ചും ടൂറിസ്റ്റ് പ്രദേശങ്ങൾ കണ്ടും അവിടെ അയൽവക്കത്തുള്ള ദരിദ്ര നാരായണന്മാർക്ക് കഞ്ഞി കുടിക്കാൻ ഇച്ചിരി പൈസ കൊടുത്ത്, പിള്ളേരെ പഠിപ്പിക്കാൻ ഇച്ചിരി പൈസ കൊടുത്ത് സന്തോഷത്തോടുകൂടെ കൂടി വന്ന 10-15 ദിവസം നിൽക്കുന്നേ. അവര് മടങ്ങിപ്പോകുമ്പോൾ അവരെ മതപ്രചരണത്തിന് വന്നു എന്ന് മുദ്ര കുത്തി അവർക്കെതിരെ പരാതി കൊടുത്ത ആളുകളുടെ രീതിയും ശരിയല്ല. ദരിദ്രന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന പരിപാടിയല്ലേ, അവന്റെ കഞ്ഞിയിൽ പാറ്റായിടുന്ന പരിപാടിയല്ലേ നമ്മുടെ ആളുകൾ ചെയ്തത്. അവരോട് എന്ത് ക്രൂരതയാ? ഇനി അവർ വരുവോ?
അവരാർക്കെങ്കിലും ഇനി ഒരു അസുഖമായിട്ട് ആശുപത്രി കിടക്കുന്ന പറഞ്ഞ 10 പൈസ കൊടുക്കുവോ? അവർക്ക് ഇതിന്റെ ആവശ്യമില്ലപ്പോ. അവർ സുഖമായിട്ട് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും സുഖമായിട്ട് കഴിയാണ്. അവർക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മളെ സ്നേഹിച്ച്, നാടിനെ സ്നേഹിച്ച്, ഇന്ത്യയെ സ്നേഹിച്ച്, ഇവിടെ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിച്ച്, കസിൻസിനെ സ്നേഹിച്ച്, ബന്ധുജനങ്ങളെ സ്നേഹിച്ച്, അയൽവാസികളെ സ്നേഹിച്ച്, സുഹൃത്തുക്കളെ സ്നേഹിച്ച് അവർ വരികയാണ് ഇച്ചിരി പൈസയുമായിട്ട്. അതുകൂടെ ഒന്ന് എല്ലാവർക്കും കൊടുത്ത് ഒരു കാപ്പിയോ കുടിച്ച്, എല്ലാവർക്കും ഭക്ഷണത്തിനും പൈസ കൊടുത്ത്, ആർക്കെങ്കിലും എന്തെങ്കിലും സഹായമൊക്കെ ചെയ്ത്, കൺവെൻഷനൊക്കെ ഒന്ന് കൂടി, ഒരു ഗ്രീറ്റിംഗ്സ് പറഞ്ഞൊരു പാട്ടൊക്കെ പാടി അവരങ്ങ് മടങ്ങിപ്പോവും. എന്തെങ്കിലും ഒന്ന് കേട്ടാൽ കാളെ പറ്റൂ എന്ന് പറഞ്ഞാൽ കയറെടുക്കുന്ന രീതിയാണ് നേതാക്കന്മാർ. ഉദ്യോഗസ്ഥന്മാരോട് പറയണമെന്നേ. ഞാൻ പരസ്യമായിട്ടല്ലേ ഇത് പറയുന്നത്. ഉദ്യോഗസ്ഥന്മാർ എന്നെ പട്ടാളക്കാരോ നമ്മളെന്നെ കൊല്ലുവോ? അവർ നമ്മുടെ ജനസേവകരാണ്. അവരോട് പറയണം ഈ കാര്യങ്ങൾ ഇന്ന പോലെയാണ് കാര്യങ്ങൾ. അത് പ്രചരണമല്ല. അങ്ങനെ നടത്തുന്നെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്തു, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇത് പറയാനുള്ള ആർജവം കാണിക്കാതെ അവരെ പറഞ്ഞു വിട്ട പരിപാടി ഒട്ടും ശരിയായില്ല, ഒട്ടും ശരിയായില്ല. അതിന്റെ തിക്ത അനുഭവങ്ങൾ ഇനി ഇവിടുത്തെ മറ്റു സഭകൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ ബലമായ വിശ്വാസം. മറ്റൊരു കാര്യം, ഈ അപേക്ഷ, ഈ പരാതി കൊടുത്തവരോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ കാര്യം ചെയ്യണം. സഭകളെല്ലാം ഗ്രൂപ്പുണ്ട്, പല ഗ്രൂപ്പുകളുണ്ട്. ചില സഭകൾ 2 ഗ്രൂപ്പ് പ്രബലമാണ്. ഒരു ഗ്രൂപ്പിനെതിരെ ആ കൂടെയുള്ള ആളുകളിവിടെ ഒന്ന് മതപ്രചരണം നടത്തുന്നെന്നും പറഞ്ഞ് മറ്റേ ഗ്രൂപ്പുകാരുടെ പരാതി. ഈ ഗ്രൂപ്പുകാര് മറ്റേ ഗ്രൂപ്പിലുള്ള അമേരിക്കക്കാരോ വിദേശത്ത് OC കാർഡുള്ളവർ വന്ന് മതപ്രചരണം നടത്തുന്നത് അവരുടെ പരാതി. നമ്മൾ എവിടെ വരെ എത്തി? വിമർശിക്കാം. കഴിഞ്ഞ 45 വർഷമായിട്ട് വിമർശിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ സംഹരിച്ചിട്ടില്ല. സഭകളെയും സംഹരിച്ചു കളയരുത്, കൊന്നുകളയരുത്, സമയം കത്തിച്ചു കളയരുത്, ഉന്മൂലനാശം വരുത്തരുത്. നമ്മുടെ സഹോദരന്മാരാണ് ഇവരെല്ലാം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഭരണ സംവിധാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഭരണത്തിന്റെ സ്വേച്ഛാധിപത്യ പ്രവണതയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പണം ചെലവഴിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സത്യമാണ്. ഇതൊക്കെ നമുക്ക് എഴുതാനും പറയാനും അവർ തിരുത്താനുള്ള സാവകാശം നമുക്കുണ്ട്. പക്ഷേ നമ്മൾ കയറിയിരിക്കുന്ന മരം ചുവടെ വെട്ടി താഴെ ഇട്ടിട്ട് ചുട്ടുകരിച്ച് സംഹരിച്ചു കളയുന്ന ഈ പ്രവണതയുണ്ടല്ലോ, അത് പെന്തിക്കോസിനകത്തായാലും മർത്തോമ സഭയിലായാലും ജാക്കോബൈറ്റ് സഭയിലെ ഏത് മതങ്ങളിലാണെങ്കിലും ഒട്ട് ഭൂഷണമല്ല. അതിന് കടുത്ത വില കൊടുക്കേണ്ടി വരും. അതാണ് ഈ OC കാർഡുള്ള ഇവിടെ വന്ന് കടന്നുപോയ നമ്മുടെ സഹോദരന്മാർ അനുഭവിച്ച ദുഃഖം. അതനുഭവിക്കും. സംഹരിച്ചു കളയരുത്, സഭയെ കൊന്നുകളയരുത്, കത്തിച്ചു കളയരുത്, വെട്ടുമുറിച്ച് താഴെയിടരുത്. തെറ്റു തിരുത്തണം, ചൂണ്ടിക്കാണിക്കണം, പറയണം. ഗ്രൂപ്പിസം ഇവിടെ കളിച്ചോപ്പാ. ഈ ഗ്രൂപ്പിസം കളിച്ച് എവിടെ വരെ പോയി? നമ്മൾ ഡൽഹിയിൽ ഹോം അഫയേഴ്സിന്റെ ഓഫീസ് വരെ പോയി. ഇനി അടുത്തിന് പോകാൻ പോകുന്ന ചിലപ്പോ ഇനി അമേരിക്കൻ കോൺസുലേറ്റിലായിരിക്കും. ഇത് നല്ല രീതിയല്ല. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചോണം. സഭക്കകത്തെ പ്രശ്നങ്ങൾ സഭയ്ക്കകത്ത് പറഞ്ഞു തീർക്കണം. നിരപരാധികളായ ആളുകൾ, പാവങ്ങൾ, വിദേശത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടുന്ന ചില്ലിക്കാശ് ഇവിടെ ദരിദ്രർക്ക് വേണ്ടി കൊടുക്കാൻ വരുമ്പോൾ അവരെ പുറംതിരിഞ്ഞൊന്ന് തൊഴിച്ചോടിച്ചിട്ട് രാജ്യത്തുനിന്ന് ഇനി മേലാൽ ഇങ്ങനെ വരാത്ത രീതിയിലുള്ള അവസ്ഥാ വിശേഷം ഉണ്ടാക്കുന്ന പ്രവണത ആർക്ക് ഭൂഷണമല്ല. വളരെ വികാരത്തോടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ആർക്ക് ഭൂഷണമല്ല ഇത്. ഇനി മേലാൽ ആരും ചെയ്യരുത്. ചെയ്ത കാര്യത്തിന് ക്ഷമ ചോദിക്കണം. പരസ്പരം കൊല്ലരുത്, സംഹരിച്ചു കളയരുത്. അവർ വന്നോട്ടെ. ഈ നാടിന്റെ പുരോഗതി വിദേശത്തെ പണമല്ലേ? കേരളം നിന്ന് ആർജിച്ചിരിക്കുന്ന ഈ പണം നമ്മൾ ഈ ആത്മീയ കാര്യം വിട്ട് സെക്കുലറിസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ പുരോഗതി ഒരു കാലത്ത് ഗൾഫിൽ നിന്നോണമായിരുന്നു. ഇപ്പൊ യൂറോപ്പിൽ നിന്ന്, ന്യൂസിലൻഡിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് നമുക്ക് പൈസ വരുന്നുണ്ട്. വ്യക്തികൾക്ക് വരുന്നുണ്ട്, സംഘടനകൾക്ക് വരുന്നുണ്ട്. സംഘടനകൾ വരുന്നത് എനിക്ക് വിഷയമല്ല. ഞാൻ വ്യക്തികൾക്ക് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ദരിദ്ര നാരായണന്മാരെ, പാവങ്ങളെ സഹായിച്ചിട്ട് 1-2 കൊച്ചുങ്ങളെയും കെട്ടിച്ചിട്ടാണ് അവർ മടങ്ങിപ്പോകുന്നത്. അവർ മതപ്രചാരകരാന്ന് പറഞ്ഞ് മുദ്ര കുത്തി അവർക്കെതിരെ ഹോം ഡിപ്പാർട്ട്മെന്റ് പരാതി കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരെ വിളിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അവർക്ക് എന്നേക്കുമായി ഇവിടെ വരാതിരിക്കാൻ അവസ്ഥ ഉണ്ടാക്കി കൊടുത്ത നമ്മുടെ സഹോദരന്മാരാരാണേലും അത് ദൈവത്തിൽ തെറ്റാണ്, നീതിയല്ല, കൊടും പാതകമാണ് ചെയ്തത്. ഇതിനെല്ലാം പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വരും. ഇതിനൊരു കാലത്ത് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി മേലാൽ ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകരുത്. വളരെ വിഷമത്തിലാണ് പോയിരുന്നത്. പല ആളുകളെ എനിക്കറിയാം. സ്റ്റേജിൽ കയറ്റിയിരുത്തില്ല, അവരെ ഒരു ഗ്രീറ്റിംഗ്സ് പറയാൻ അവസരം കൊടുത്തില്ല, ഒരു പാട്ട് പാടാൻ അവസരം കൊടുത്തില്ല. അവരുടെ കൺവെൻഷനാണിത്. പരസ്യപ്രസംഗമല്ല, മതപ്രചരണമല്ല ഇത്.
ഇത് അവരുടെ ഹോം ചർച്ച് കൺവെൻഷനാണ്, സെമിനാറാണ്. ഓൺ പ്രോപ്പർട്ടി നടന്ന അവരുടെ കൂടാരത്തിട്ട് ആ കൂടാരത്തിനകത്ത് നടന്ന കൺവെൻഷനാണ്. അതിനിട്ടാണ് സ്വന്തം സഹോദരന്മാരോ വെളിയിലുള്ളവരോ ആരോ പണി കൊടുത്തിരിക്കുന്നത്. ഞാനിത് അവസാനിപ്പിക്കുന്നു. ഇതാരും ആരായാലും ശരി ഇനി മേലാൽ ആവർത്തിക്കരുത്. കാണിച്ചത്